മഷി ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. എത്രയും പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടി വരുമോ, വേറൊരാൾക്ക് മഷി ഇട്ടു എന്ന് പറഞ്ഞു എന്നിട്ട് സിസേറിയൻ ചെയ്തില്ല, എൻ്റെ കുട്ടിക്ക് സിസേറിയൻ ചെയ്തു. ഇതൊക്കെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എന്താണ് കുട്ടി മഷി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെക്കോണിയം പാസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി സാധാരണയായിട്ട് കുഞ്ഞ് ജനിച്ച് വന്നു കഴിഞ്ഞ് ഒരു 48 മണിക്കൂറിനുള്ളിലാണ് കുട്ടി മോഷൻ പാസ് ചെയ്യുക. കുട്ടിയുടെ ആദ്യം വരുന്ന മോഷൻ എന്ന് പറയുന്നത് ഒരു പച്ച കളറിലുള്ള മോഷൻ ആയിരിക്കും. അപ്പോൾ ഇത് യൂട്രസിനുള്ളിൽ വെച്ച് തന്നെ, അതായത് ജനിക്കുന്നതിന് മുന്നേ തന്നെ കുട്ടി മോഷൻ പാസ് ചെയ്താലാണ് നമ്മൾ അതിനെ കുട്ടി മഷി ഇട്ടു അല്ലെങ്കിൽ മെക്കോണിയം വന്നു എന്ന് പറയുന്നത്. അതിന് പല ഗ്രേഡ്സ് ഉണ്ട്. അതായത് ഇപ്പം എങ്ങനെ നമുക്കിത് മഷി ഇട്ടു എന്ന് അറിയാം? നമുക്ക് സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റുമോ? ഇല്ല. കുട്ടി മഷി ഇട്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് കുട്ടിക്ക് ചുറ്റുമുള്ള ഉള്ളിൽ കിടക്കുന്ന വെള്ളം പുറത്തേക്ക് വരണം. അതിൻ്റെ കളർ കണ്ടിട്ടാണ് നമ്മൾ കുട്ടി മഷി ഇട്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്നുകിൽ തന്നെത്താനെ പൊട്ടി പുറത്തേക്ക് വരണം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻ കൂട്ടാനോ അല്ലെങ്കിൽ കുട്ടിയുടെ ഹാർട്ട് ബീറ്റിന് താഴ്ന്നു പോകുമ്പോൾ അതിൻ്റെ റീസൺ അറിയാനോ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം പൊട്ടിക്കുമ്പോഴാണ് ഇത് നമ്മൾ കാണുക. അപ്പോൾ കാണുമ്പോൾ അത് പല ഗ്രേഡ്സിലുണ്ട്. ലൈറ്റ് പച്ച കളർ, അതായത് ജസ്റ്റ് നമുക്ക് നോക്കിയാൽ ഒരു പച്ച കളർ ഉണ്ടോ എന്ന് ഡൗട്ട് തോന്നത്തക്ക രീതിയിൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഗ്രേഡ് 1 മെക്കോണിയം എന്ന് പറയും. അത് കുറച്ചുകൂടെ നല്ല പച്ച കളർ നമുക്ക് കാണാം, നല്ല രീതിയിൽ കാണാം, പക്ഷെ അത്ര തിക്കല്ല, കട്ടിക്കല്ല എന്ന് വന്നൊന്നുണ്ടെങ്കിൽ ഗ്രേഡ് 2 മെക്കോണിയം എന്ന് പറയും. എന്നാൽ ഭയങ്കര കട്ടിക്ക് മോഷൻ മാത്രമേ വരുന്നുള്ളൂ, ഫുള്ള് പച്ച കളറായിട്ടാണ് വരുന്നത്, കട്ടിക്കാണ് വരുന്നത്, അതിനകത്ത് ഫ്ലേക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗ്രേഡ് 3 മെക്കോണിയം എന്ന് പറയും. ഇനി എങ്ങനെ ഇത് നമുക്ക് ഡെലിവറിക്ക് വെക്കണോ, അതോ സിസേറിയൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണെങ്കിലും നമുക്ക് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. രണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൈൽഡ് മെക്കോണിയേ ഉള്ളൂ, അതായത് ലൈറ്റ് സ്റ്റെയിനിങ്ങേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് മെക്കോണിയേ ഉള്ളൂ, പക്ഷേ 2ാമത്തെ 3ാമത്തെ പ്രഗ്നൻസിയാണ്, പെട്ടെന്ന് ഡെലിവറി ആവും, കുഴപ്പമില്ലാത്തൊരു താഴ്ഭാഗ വികസനം ഉണ്ട്, കുട്ടിക്ക് വലിയ സൈസ് ഇല്ല, പെട്ടെന്ന് ഡെലിവറി ആവും എന്ന് തോന്നുകയാണെങ്കിൽ, കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നോർമൽ ആണെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറിക്ക് വെക്കാം. പക്ഷേ തിക്ക് മെക്കോണിയം, അതായത് കട്ടിക്കാണ് മെക്കോണിയം വരുന്നത്, വികസനം അധികം ഇല്ല, ഒരു 2 സെൻറ്റിമീറ്റർ വികസനമേ ഉള്ളൂ, 3rd പ്രഗ്നൻസി ആയാലും 4th പ്രഗ്നൻസി ആയാലും റിസ്ക് കൂടുതലാണ്. എന്താണ് ഇതിൻ്റെ റിസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടിക്ക് ചുറ്റും കിടക്കുന്ന വെള്ളം കുട്ടി ഉള്ളിൽ കിടക്കുമ്പോൾ കുടിക്കും. ഈ കുട്ടി പുറത്തിറങ്ങി ആദ്യത്തെ ശ്വാസം എടുക്കുന്നത് വരെ കുട്ടിയുടെ ലങ്സിനുള്ളിൽ ഈ വെള്ളമാണ് നിറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഈ കുട്ടി കുടിക്കുന്ന വെള്ളം ലങ്സിനുള്ളിലേക്ക് ഇറങ്ങും, ശ്വാസകോശത്തിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങും. ഇത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേക്സ്, അതായത് ഈ ചെറിയ ചെറിയ തരികൾ പോലെ വരുന്ന ഈ മഷി അത് ഉള്ളിൽ ഒട്ടിപ്പിടിക്കും. കുട്ടി ഇറങ്ങി പുറത്തിറങ്ങി വന്ന് ശ്വാസം എടുത്താലും ഈ മഷി എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ ഉള്ളിലെ ലങ്സിൻ്റെ പല ഭാഗങ്ങളിലും ശ്വാസനാളിയിലും ഒക്കെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതവിടെ ഇരുന്നിട്ട് ഇതൊരു ഫോറിൻ ബോഡി ആയത് കാരണം ന്യൂമോണിയ പോലത്തെ ഒരു കണ്ടീഷൻ ഉണ്ടാക്കും. അത് കാരണം കുട്ടിക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ചിലപ്പോൾ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് വേണ്ടി വരിക, ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ മെക്കോണിയം ആണെങ്കിൽ സിസേറിയൻ വേണമെന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും വേണോ വേണ്ട, അത് നമുക്ക് ക്രൈറ്റീരിയൈസ് ചെയ്യാം, ആർക്കൊക്കെ വേണം ആർക്കൊക്കെ വേണ്ട എന്നുള്ളത്. താഴ്ഭാഗത്തിൻ്റെ വികസനം, എത്ര പെട്ടെന്ന് ഡെലിവറി ആവാൻ സാധ്യതയുണ്ട്, കുട്ടിയുടെ ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്.